എന്താ വട്ട പിടിച്ചോ? അതേടി, എനിക്ക് മുഴുത്ത വട്ട. അത് ശരിയാ കർത്താവേ, ഞാൻ ചങ്ക് തുറന്ന് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാ. എനിക്ക് ഈ കുരിശുകളെ ചുമക്കാൻ വയ്യ. എത്രയും പെട്ടെന്ന് നരകത്തിലേക്കാണെങ്കിലും എന്നെ ഒന്ന് കെട്ടിയെടുക്കാനുള്ള ഏർപ്പാട് ഉണ്ടാക്കി തരണേ എന്റെ കർത്താവേ. ചെറിയൊരു തമാശ പറഞ്ഞപ്പോ കർത്താവ് അത് സീരിയസ് ആയിട്ട് എടുത്താ. കർത്താവെ, ആരാ ഈ നേരത്ത്? കടക്കാര്, അല്ലാണ്ടാരാ ഈ നേരത്തെ തേടി വരാൻ? ഓടപട്ടി മോളെ, നീ കഥകൊന്ന് തുറന്നു നോക്ക്. എനിക്ക് വയ്യ. അപ്പച്ചന് വേണമെങ്കിൽ പോയി തുറക്കും. ഒന്നില്ലെങ്കിൽ ആ കുരിയച്ചൻ, അല്ലെങ്കിൽ പുന്നൂസ്. കർത്താവെ, ഡെയിലി എത്രയോ പേര് എലിപ്പനി പിടിച്ച് മിടി വെട്ടിയും ചാവണം. കൂട്ടത്തിൽ ഞാൻ കാശ് കൊടുക്കാനുള്ള ഒരുത്തനെങ്കിലും നിനക്ക് പരിഗണിച്ചൂടെ? അതെ, ആ വാതിലൊന്ന് പോയി തുറക്കോ? ഞാൻ ഇവിടെ ഒരു ജോലി ചെയ്തോണ്ടിരിക്കല്ലേ. ശമ്പളക്കാരി ഇങ്ങനെ ആരെങ്കിലും ഒരാള് എന്റെ കൂടെ ധൈര്യത്തിനൊന്ന് വരൂ. ഒരെണ്ണം വരില്ലേ പിശാചുക്കള്. കൈനക്കാരുടെ പോലെ ഉണ്ടല്ലോ. എന്താ വേണ്ടേ? അതെ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? കുറച്ചു ദിവസം ഞങ്ങളുടെ കൊള്ളടിയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ എല്ലാം ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഒന്നും കൊള്ളയടിച്ച് എവിടേക്കും രക്ഷപ്പെട്ടോ. ഇതെന്താ? വിട്. അത് ശരി, ഇതിവിടെ പറ്റില്ല. എന്ത് പറ്റില്ലെന്ന്? ഈ പരിപാടി ഇവിടെ നടക്കില്ല. കാര്യം, ഞാനൊരു കടക്കാരനാണ്, ദരിദ്രവാസിയാണ്. എന്റെ കയ്യിലൊന്നും ഇതിനൊന്നും കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. ഇതിനൊക്കെ പറ്റിയ ഹോട്ടലുകൾ പുറത്തുണ്ട്. നീ എന്താ കളിക്കടാ? മിണ്ടരുത്. നിന്നെ ഞങ്ങള് കിഡ്നാപ്പ് ചെയ്തോ? അതെ, കിഡ്നാപ്പിംഗ്. ഈ പെണ്ണെന്താ ഇങ്ങനെയൊക്കെ പറയണേ? അധികം സ്മാർട്ട് ആവല്ലേ? നിങ്ങൾ എന്തായി കാണിക്കണേ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഞങ്ങൾക്ക് വേണ്ടത് താൻ തരണ്ട. അപ്പോ ശരിക്കും കിഡ്നാപ്പിംഗ് ആയിരുന്നു അല്ലേ? എന്തിനാ അവരിവിടേക്ക് എന്നെ കിഡ്നാപ്പ് ചെയ്തോണ്ട് വന്നെന്നാ? അത് ഞാൻ അവരോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാട്ടാ. എന്നാലും നമ്മുടെ വീട്ടിലേക്ക് തന്നെ വന്നു കയറാൻ തോന്നിയല്ലോ എന്റെ ദൈവമേ. അതൊക്കെ ഒരു ഭാഗ്യടി അമ്മണി. എനിക്കിപ്പോ ബെസ്റ്റ് ടൈമാ. ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ജപ്തി നോട്ടീസൊക്കെ വായിച്ച് ചിരിച്ച് ചിരിച്ച് മനസ്സമാധാനത്തോടു കൂടി ഇരിക്കുമ്പോഴാ ഭാഗ്യത്തിന് ഈ കോള് വന്ന് പെട്ടത്. അതൊക്കെ പോട്ടെ, കുട്ടി ഏതാ? ഞാൻ ശ്രേയ ശങ്കർ, കോൺട്രാക്ടർ ജയശങ്കറിന്റെ മകൾ. ജയസ് ഗ്രൂപ്പിന്റെ MD ജയശങ്കറിന്റെ മോളാ? അതെ. ഡാഡി അറിയാമോ? നേരിട്ട് പരിചയമില്ല, ഒരുപാട് കേട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ആളായിരുന്നു ഞാനും. നാട്ടുകാരും കൂട്ടുകാരൊക്കെ പറയും ദേവസ് കുട്ടിക്ക് ഇപ്പൊ ശുക്രദശയാ. ദൈവം സഹായിച്ച് ഞാനിപ്പോ ഇങ്ങനെയായി. നമ്മളിനെ എന്ത് ചെയ്യൂ ചെയ്യാ? നമ്മളായിട്ടൊന്നും ചെയ്യണ്ട എന്റെ അമ്മണി. ചെയ്യേണ്ടതൊക്കെ അവര് ചെയ്തോളും. നമുക്ക് ഈ കസേരയിൽ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങാം. നാളെ ഉണരുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അങ്കിൾ. ഇയാളിത് എവിടെ പോയി കിടക്കും? കിട്ടിയോ? ഫോൺ എടുക്കുന്നില്ല. ഹലോ, ജയശങ്കരല്ലേ? ഹലോ ഹലോ.
ജയശങ്കറിന്റെ വീടല്ലേ? അതെ. ഫോണൊന്ന് ജയശങ്കറിന് കൊടുക്കാവോ? ചേട്ടൻ സ്ഥലത്തില്ല, ദുബായിലാ. ആരാ സംസാരിക്കുന്നത്? പറയാം. നിങ്ങളുടെ മകൾ ശ്രേയ ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. വാട്ട് വുഡ് യു സേ? നിങ്ങളുടെ മകൾ ശ്രേയ ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലാണെന്ന്. നിങ്ങൾ ആരാ സംസാരിക്കുന്നേ? എന്റെ മോള് ശ്രേയ. മാഡത്തിന് വിശ്വാസമായില്ലല്ലേ? മോളോട് തന്നെ സംസാരിക്കേ. നിന്റെ മമ്മിയാ? ഫോണിങ്ങി താടോ. ഫോണൊക്കെ തരാം. ആദ്യം നിന്റെ മമ്മിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നീ ഒന്ന് കരയണം. അല്ല, അതാണല്ലോ അതിന്റെ ഒരു രീതി. ഗിവ് മീ. ഗീവ് ഒക്കെ ചെയ്യാം, പക്ഷേ കിഡ്നാപ്പിന്റേതായിട്ടുള്ള പല രീതികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മോൾ ആദ്യം ഒന്ന് കരടി. അമ്മിണി, എന്താ ചെയ്യാ? അവന്റെ കിടാമണ്ടി പൊട്ടിന്ന് തോന്നണേ. എന്റെ വയ്യോ, അവളെ എന്റെ എല്ലാം ചവിട്ടി പൊട്ടിച്ച് ദർവേ കുജേ. ഓ അമ്മേ. എന്താ വേണ്ട ചേച്ചി? എന്താ പറ്റിയേ ചേച്ചി? നമ്മുടെ മോള്. അയ്യോ, ഹലോ. മാഡത്തിന് വിശ്വാസമായില്ലേ? മോൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഞങ്ങൾ ആവശ്യപ്പെടുന്ന പണം ജയശങ്കർ തരുന്നവരെ. അറിഞ്ഞില്ലേ ഞാൻ? അദ്ദേഹം ദുബായിലാണ്. എന്റെ മോള്, അവളെ ഉപദ്രവിക്കരുത്. മകളെ ജീവനോടെ വേണമെങ്കിൽ അയാളോട് അവിടെ കിടന്ന് ചുറ്റിത്തിരിയാതെ വേഗം നാട്ടിലോട്ട് വണ്ടി കയറാൻ പറ. പ്ലീസ്, എന്റെ മോള് നിങ്ങൾ ഒന്നും ചെയ്യരുത്. നീ ഫോൺ ചെയ്യ്, പോലീസിനെ വിളിക്ക. അത് വേണോ മേഡം? തൽക്കാലം നമുക്കത് വേണ്ട. പോലീസ്, സൈബർ സെൽ അത്തരം കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കി മോളുടെ ജീവൻ അപകടത്തിലാക്കണോ? ഗുഡ്. ജയശങ്കറിനെ കിട്ടുകയാണെങ്കിൽ പറഞ്ഞേക്കണം. I'll call you back. ഞങ്ങൾ എന്തിനാ കെട്ടിയിട്ടിരിക്കണേ? ഇതൊന്നും അഴിക്കേ. ഞങ്ങൾക്ക് പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്യണ്ടേ? പ്ലീസ്. ഒക്കെ ആകാം, പക്ഷേ എല്ലാം ഞങ്ങളുടെ മേൽനോട്ടത്തിൽ മാത്രം. എന്തായേ മനുഷ്യനോട് ശ്വാസം മുട്ടിയിരിക്കുക? ദേവസ്വന് പോണ്ടെങ്കിൽ പോണ്ട, ഞങ്ങൾക്ക് പോണം. എനിക്ക് പോണം. എനിക്കും പോണം. ഇന്ന് ടോയ്ലറ്റിൽ ഒരു ഇടിയാവും. ഇപ്പൊ സമയം 6:35. 1 മണിക്കൂർ. കൃത്യം 7:35 എല്ലാരും റെഡി ആയി ഇവിടെ തിരിച്ചു വന്നോളണം. മനസ്സിലായോ? അറിയാം. പെട്ടെന്ന് അഴിച്ചു കൊടുക്കാം. എനിക്ക് ആദ്യം മമ്മി, ബാത്റൂമിൽ പോയി. കഷ്ടം. ഞങ്ങളുടെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഒരാള് കൂടി ഉണ്ടല്ലോ. ആര്? അത് ശരിയാണല്ലോ. അവളെവിടെ? റാണി. അവളുടെ കാര്യം ഓക്കായിടി. ഇങ്ങനെ ചമഞ്ഞൊരുങ്ങി നടക്കരുതെന്ന് പല പ്രാവശ്യം അവളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഇതെല്ലാ ലേഡീസ് സർവന്റിനും ഒരു പാഠമായിരിക്കട്ടെ. ഏറിയാൽ ഒരു 15 മിനിറ്റ്.
അതിനുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കണം. ഇത്ര ഉള്ള ഇതിനായിരുന്നു ഇത്ര വലിയ ആഡംബരം.